തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ എസ്കലേറ്ററിൽ നിന്ന് വീണ യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 5ാം പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള എസ്കലേറ്റർ കയറുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥിരമായി എസ്കലേറ്ററിൽ അപകടം ഉണ്ടാകാറുണ്ട് എന്നാണ് യാത്രക്കാരുടെ പരാതി. വിശദാംശങ്ങളുമായി ദേവനാണ് ചേരുന്നത്. ദേവൻ, പരിക്കേറ്റയാളുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? വലിയ പരിക്കാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാവുന്നതുപോലെ വലിയ തിരക്കാണ്. ഈ ട്രെയിനിനായി എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും തുടർച്ചയായി ആളുകൾ എസ്കലേറ്ററും സ്റ്റെപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ അപകടം പതിവാകുന്നു എന്ന് പറയുന്നു. അതെന്തെങ്കിലും മറ്റെന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എന്താണ് വിവരങ്ങൾ? ശ്യാമലി, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വഞ്ചിനാട് എക്സ്പ്രസ് വന്നതിന് പിന്നാലെ തന്നെ ഈ ട്രെയിനിലെ യാത്രക്കാർ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിനായിട്ടാണ് ഈ എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഈ എസ്കലേറ്റർ മുകളിലേക്ക് പോകുന്നതിനിടെ പെട്ടെന്ന് ഈ എസ്കലേറ്റർ നിൽക്കുകയും പിന്നീട് പൊടുന്നനെ പിറകിലേക്ക് വീണ്ടും എസ്കലേറ്റർ വരികയുമായിരുന്നു. അങ്ങനെ ഈ എസ്കലേറ്റർ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ ബാലൻസ് തെറ്റുകയും അവർ കൂട്ടമായി താഴേക്ക് വീഴുകയുമായിരുന്നു. അതിൽ ഏറ്റവും പിൻവശത്തുണ്ടായിരുന്ന 2 യാത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. നിലവിലേതായാലും ആശ്വസിക്കാവുന്ന ഒരു കാര്യം, പരിക്ക് ആരുടെയും ഗുരുതരമല്ല. ഈ 2 പേർക്കും ഇത്തരത്തിൽ മുഖത്തും ഒപ്പം തന്നെ കൈക്കും ചെറിയ പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. അവരെ ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അകത്തെ തന്നെയുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അവർക്ക് വേണ്ട പ്രാഥമിക ചികിത്സകളെല്ലാം നൽകിയതിനു ശേഷം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഈ സ്ഥിരമായി ഈ റെയിൽവേ സ്റ്റേഷനിലെ എസ്കലേറ്ററുകളിൽ ഇത്തരത്തിൽ പണിമുടക്കാറുണ്ടെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാണെന്നുമുള്ളൊരു ആക്ഷേപമാണ് യാത്രക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും ശ്യാമലി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്കുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഈ എസ്കലേറ്റർ കൂടുതലായി ആളുകൾ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ എസ്കലേറ്ററിലേക്ക് കയറുന്നു. അതനുസരിച്ചിട്ട് അതിൻ്റെ സാങ്കേതിക തികവ് അത് മെച്ചപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പതിവാണെന്നുള്ളൊരു ആക്ഷേപമാണ് പ്രധാനമായും യാത്രക്കാർ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ എല്ലാ സമയത്തും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ അപകടത്തിൽ യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷെ അപ്പോഴും ഈ യാത്രക്കാർ ഉന്നയിക്കുന്ന പരാതി റെയിൽവേ അധികൃതർ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. നിലവിലേതായാലും ഈ അപകടം പറ്റിയ പ്ലാറ്റ്ഫോമിലെ എസ്കലേറ്ററുകളെല്ലാം തന്നെ പൂർണ്ണമായി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ അത് പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമായിരിക്കും ഇനി അത് പ്രവർത്തിപ്പിക്കുക എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ശ്യാമലി. ശരി ദേവൻ.